Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് മാനേജ്മെന്റ് ഓഫ് ഫാം ആൻഡ് ഫാം ആനിമൽസിനെ കുറിച്ചായിരുന്നു. ഇപ്പം നമ്മൾക്ക് ഈ ക്ലാസ്സിൽ സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ്റെ അടുത്ത പാർട്ടിലേക്ക് കടക്കാം. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ആനിമൽ ബ്രീഡിംഗ് ആണ്. ആനിമൽസിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീഡിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് നോക്കാം, വാട്ട് ഈസ് എ ബ്രീഡ്. ബ്രീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബ്രീഡ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് റിലേറ്റഡ് ബൈ ഡിസെൻറ്റ് ആൻഡ് സിമിലർ ഇൻ മോസ്റ്റ് ക്യാരക്ടേഴ്സ് ലൈക്ക് ജനറൽ അപ്പിയറൻസ്, ഫീച്ചേഴ്സ്, സൈസ്, കോൺഫിഗറേഷൻ എക്സെട്ര. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഡിഫറെൻറ്റ് ബ്രീഡുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മളെ കോഴീനെ, ആടിനെ, പശുവിനെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ടാകും. അപ്പം അതിനകത്തൊക്കെ പല ടൈപ്പ് ബ്രീഡുകളെ കുറിച്ച് പറയണം. ചിലത് നാടൻ ഇനമാണ്, ഇത് സങ്കര ഇനമാണ് എന്നൊക്കെ നമ്മുടെ വീട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതായത് ബ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽ റിലേറ്റഡ് ബൈ ഡിസെൻറ്റ് ആൻഡ് സിമിലർ ഇൻ മോസ്റ്റ് ക്യാരക്ടേഴ്സ് ലൈക്ക് ജനറൽ അപ്പിയറൻസ്, ഫീച്ചേഴ്സ്, സൈസ്, കോൺഫിഗറേഷൻ എക്സെട്ര. ഒരേപോലെ ഉള്ള സെയിം ക്യാരക്ടേഴ്സ് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെയാണ് നമ്മൾ ശരിക്കും ബ്രീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പശുവൊക്കെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സുനന്ദിനി എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്, ജേഴ്സി എന്ന് പറയുന്ന വേറൊരു ബ്രീഡാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കോഴീനെ എടുത്തു കഴിഞ്ഞാൽ ഗിരിരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രീഡാണ്. പല ടൈപ്പ് ബ്രീഡുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കൂടെ നമ്മളിങ്ങനെ ആനിമൽസിനെ വളർത്തുന്നവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓരോന്നിനും ഓരോ പേരുകളൊക്കെ പറയുന്നതാക്കാം. ഇതെല്ലാം ഓരോ ബ്രീഡാണ്, അതായത് ഓരോ ഇനങ്ങളാണ്. അതിനെയാണ് ശരിക്കും നമ്മൾ ഒരേ ക്യാരക്ടേഴ്സ്, അതായത് ജനറൽ അപ്പിയറൻസ്, അതുപോലെ അതിൻ്റെ ഫീച്ചർ, സൈസ്, പിന്നെ അതുപോലെയുള്ള സിമിലർ ക്യാരക്ടേഴ്സ് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രീഡ് എന്ന് പറയുന്നത്. ഇനി ഈ ആനിമൽ ബ്രീഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ആനിമൽ ബ്രീഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്നാമത്തെ എയിം അല്ലെങ്കിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് ആനിമൽസിൻ്റെ ഈൽഡ്. ഇപ്പോൾ മിൽക്കിനാണെങ്കിൽ മിൽക്ക്, ഇനി മീറ്റിന് വേണ്ടിയാണ് മിൽക്ക്, അല്ലെങ്കിൽ ഇനി എന്താണ് എഗ്ഗിന് വേണ്ടിയാണ് എഗ്ഗ്, എന്താണോ അതിൽ നിന്ന് ഇടുന്ന ഈൽഡ് അതിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് ദി പ്രോഡക്റ്റ്. ഏത് പ്രോഡക്റ്റ് ആണോ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. മൂന്നാമത്തേത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു കമ്പൈൻ ഗുഡ് ക്വാളിറ്റീസ് ഓഫ് ടു ഡിഫറെൻറ്റ് ബ്രീഡ്സ്. രണ്ട് ബ്രീഡുകളെ തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് മെത്തേഡ്സ് വഴി നമ്മൾ കമ്പൈൻ ചെയ്യിപ്പിക്കും. അതായത് ക്രോസ് ബ്രീഡിങ് വഴിയോ അല്ലെങ്കിൽ ഇൻബ്രീഡിങ് വഴിയോ അല്ലെങ്കിൽ ഔട്ട് ബ്രീഡിങ് വഴിയോ ഡിഫറെൻറ്റ് ബ്രീഡ്സുകളെ നമ്മൾ കമ്പൈൻ ചെയ്യിപ്പിച്ച് നല്ല ക്വാളിറ്റിയുള്ള ഒരു ആനിമലിനെ നമ്മളവിടെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുക്കും. എന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റിനൊപ്പം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. മെയിനായിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റീവാണുള്ളത്. ഒന്നാമത്തത് ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് ആനിമൽസ്, രണ്ടാമത്തത് ടു ഇംപ്രൂവ് ദ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് ദി പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇനി അതെങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ക്രോസ് ബ്രീഡിങ് വഴിയോ ഇൻബ്രീഡിങ് വഴിയോ അല്ലെങ്കിൽ ഔട്ട് ബ്രീഡിങ് വഴിയോ നമ്മൾ ഡിഫറെൻറ്റ് ക്വാളിറ്റിയുള്ള രണ്ട് ബ്രീഡുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിച്ച് ഈ പ്രോസസ്സ് നമ്മൾ നടത്തിയെടുക്കും. ഇനി ആനിമൽ ബ്രീഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആനിമൽ ബ്രീഡിങ് ഈസ് 2 types. മെയിനായിട്ടും there are 2 methods of animal breeding, that is inbreeding and outbreeding. Inbreeding എന്ന് വെച്ച് കഴിഞ്ഞാൽ the breeding between more closely related individuals within the same breed. അതായത് സെയിം ബ്രീഡിലുള്ള ആനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഔട്ട് ബ്രീഡിംഗ് ഈസ് ദ ബ്രീഡിംഗ് ഓഫ് അൺറിലേറ്റഡ് ആനിമൽസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രീഡ്സുകളെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് ബ്രീഡിംഗ് ഈസ് 3 types. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത് 3 തരമുണ്ട്. 1 ഔട്ട് ക്രോസിംഗ്, 2 ക്രോസ് ബ്രീഡിംഗ്, 3 ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇപ്പം നമ്മളിനി ഇത് ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോകണം. ആദ്യം നമ്മൾ ഇൻബ്രീഡിംഗ് ആണ് പഠിക്കുന്നത്. വാട്ട് ഈസ് ഇൻബ്രീഡിംഗ്? ഇൻബ്രീഡിംഗ് മീൻസ് ഇറ്റ് ഈസ് ദ മേറ്റിംഗ് ഓഫ് മോർ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് വിതിൻ ദ സെയിം ബ്രീഡ്. ഒരേ ബ്രീഡിൽപ്പെട്ട
അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് വിതിൻ ദ സെയിം ബ്രീഡ് ഫോർ 4 to 6 ജനറേഷൻ. അതായത് സെയിം ബ്രീഡിൽപ്പെട്ട ഓർഗാനിസത്തിനെ തമ്മിൽ ഒരേ ബ്രീഡിൽപ്പെട്ട ഒരു ഫീമെയിലിനെയും മെയിലിനെയും നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻബ്രീഡിങ് എന്ന് പറയുന്നത്. ഇനി ഇൻബ്രീഡിങ്ങിൻ്റെ സ്ട്രാറ്റജി എന്തെന്നാണ് പറയാൻ പോണത്. ഇൻബ്രീഡിങ് സ്ട്രാറ്റജി: സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മെയിലിനെയും ദ സുപ്പീരിയർ ഫീമെയിൽസ് ആൻഡ് സുപ്പീരിയർ മെയിൽസ് ഓഫ് ദി സെയിം ബ്രീഡ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് മേറ്റഡ് ഇൻ പെയേഴ്സ്. ഇപ്പം നമ്മൾ ഒരേ ബ്രീഡാണ്, ഇപ്പം ജേഴ്സി എന്ന് പറയുന്ന ഒരു ബ്രീഡാണെന്നുള്ള ആ ജേഴ്സിക്കകത്തു നിന്നുള്ള ഒരു സുപ്പീരിയർ ആയിട്ടുള്ള മെയിലിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഫീമെയിലിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ഇതിനെ തമ്മിൽ എന്ത് ചെയ്യാണ്, ക്രോസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ക്രോസ് ചെയ്യിപ്പിച്ച് ഉണ്ടാകുന്ന പ്രോജനി സുപ്പീരിയർ ആയിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു പ്രോജനി നമുക്കവിടെ ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇനി ആ ലഭിക്കുന്ന പ്രോജനി നമ്മൾ എന്ത് ചെയ്യും, ദ പ്രോജനി ഒബ്റ്റെയിൻഡ് ആർ ഇവാലുവേറ്റഡ് ആൻഡ് സുപ്പീരിയർ മെയിൽസ് ആൻഡ് സുപ്പീരിയർ ഫീമെയിൽസ് ആർ ഐഡൻറ്റിഫൈഡ് ഫോർ ഫർദർ മേറ്റിംഗ്. ആ പ്രോജനിക്കകത്ത് ഉണ്ടാകുന്ന പ്രോജനികളെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ. അപ്പോൾ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള മെയിലിനെയും ഫീമെയിലിനെയും നമ്മൾ വീണ്ടും അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യും, വീണ്ടും അവരെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കും. അതാണ് അവിടെ നടത്തുന്നത്. അതാണ് ഇൻബ്രീഡിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാറ്റിലാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ കാറ്റിലിനകത്ത് നമ്മൾ എന്താ നോക്കുന്നത്, കാറ്റിൽ കൗ അല്ലെങ്കിൽ ബഫല്ലോ ആണെങ്കിൽ എടുക്കുന്നതെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ളൊരു ഫീമെയിൽ, ആ ഫീമെയിലിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുന്നതായിരിക്കും മിൽക്ക് പ്രൊഡക്ഷൻ ആയിരിക്കും. മോർ മിൽക്ക് പെർ ലാക്ടേഷൻ, കൂടുതൽ മിൽക്ക് ഉണ്ടാകുന്ന ഒരു ഇത്. ഇനി ഒരു സുപ്പീരിയർ ബുള്ള്, അതിനൊരു മെയിൽ പേരൻറ്റിനെ നമ്മൾ എടുക്കും. അപ്പോൾ മെയിൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നല്ല കരുത്തുറ്റ ഒരു പ്രോജനീനെ തരാൻ കൽപ്പുള്ള നല്ല ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ബുള്ളിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന കുഞ്ഞിന് പ്രോജനിക്ക് എന്തുണ്ടാകണം, നല്ല മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകണം, അതുപോലെ നല്ല സുപ്പീരിയർ ആയിട്ടുള്ള പ്രോജനി ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല കരുത്തുറ്റ ജീവിയായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിസീസ് റെസിസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൗ അവിടെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനെയാണ് ഇൻബ്രീഡിങ് എന്ന് പറയുന്നത്. അതായത് മോർ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സെയിം ബ്രീഡിൽപ്പെട്ട ഇൻഡിവിജ്വൽസിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഇൻബ്രീഡിങ് എന്ന് പറയുന്നത്. ഇതാണ് ഇൻബ്രീഡിങ്. നോക്കുക, ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മെയിലിനെയും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഫീമെയിലിനെയും നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിനെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചു. ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ദ ഫസ്റ്റ് ജനറേഷനാണ്, ആദ്യത്തെ പ്രോജനീസാണ്, ആദ്യത്തെ ജനറേഷനിലുണ്ടായ പ്രോജനീസാണ്. ഈ പ്രോജനീസിനകത്ത് നോക്കുക, മെയിലുണ്ട്, ഫീമെയിലുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതിനകത്ത് നിന്ന് നമ്മൾക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള ഫീമെയിലിനെയും മെയിലിനെയും നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യും. അതിനകത്തുനിന്ന് ചിലപ്പം ചിലതിന് കാണത്തില്ല, എല്ലാ ക്വാളിറ്റിയും ഉണ്ടാകുന്ന ഒരു 10 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 10 കുഞ്ഞുങ്ങൾക്കകത്തും എന്ന് കാണണമെന്നില്ല ഈ പറഞ്ഞ സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റി രണ്ടിൻ്റെയും കൂടെ, ഈ രണ്ടുപേരുടെയും ഗുണങ്ങൾ രണ്ടും കൂടെ കിട്ടിയിട്ടുണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്ന മെയിലിനെയും ഫീമെയിലിനെയും നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യും. അങ്ങനെ ഇവരെ തമ്മിൽ വീണ്ടും സെലക്ട് ചെയ്ത് ഇവരെ തമ്മിൽ എന്ത് ചെയ്യും, വീണ്ടും ക്രോസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ വീണ്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിൽ നിന്നുണ്ടായ പ്രോജനീസാണ് വീണ്ടും ഇവിടെ 3 പ്രോജനീസ് ഇവിടെ ഡെവലപ്പ് ചെയ്യും. ഇതുപോലെ ഇവിടെയും സുപ്പീരിയറുടെ ഈ ഫസ്റ്റ് ജനറേഷനകത്ത് തന്നെ സുപ്പീരിയർ ആയിട്ടുള്ള 2 പ്രോജനീസ് മെയിലും ഫീമെയിലും ഇവിടെ സെലക്ട് ചെയ്തു. ഇതിനകത്ത് നിന്ന് എന്തുണ്ടായി, വീണ്ടും പ്രോജനീസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, ഒരേ അപ്പൻ്റെയും അമ്മയുടെയും കുഞ്ഞുങ്ങളാണ്. ഇത് ആക്ച്വലി ഇത് നിങ്ങൾ എന്താണ്, ബ്രദർ ആൻഡ് സിസ്റ്ററാണ്. ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസ്, ഇതിനെയാണ് നമ്മൾ ഇൻബ്രീഡിങ് എന്ന് പറയുന്നത്. ആ ഓർഗാനിസത്തിനെ തമ്മിൽ നമ്മൾ മീറ്റ് ചെയ്യിപ്പിച്ചു, വീണ്ടും നെക്സ്റ്റ് ജനറേഷൻ പ്രോജനി ഉണ്ടായി. ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, ഇതിനകത്ത് നിന്ന് ഈ പറഞ്ഞ ക്വാളിറ്റീസ്, നമ്മൾ പറഞ്ഞ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള മെയിലിനെ ഫീമെയിലിനെ നമ്മൾ വീണ്ടും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും, ഇവരെ തമ്മിൽ വീണ്ടും നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ഈ സുപ്പീരിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള സെയിം ബ്രീഡിൽപ്പെട്ട ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ തമ്മിൽ ബ്രീഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻബ്രീഡിങ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ നോക്കുക, ഈ ഇൻബ്രീഡിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. അതായത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ തമ്മിൽ നമ്മളിവിടെ എന്ത് ചെയ്യിക്കുകയാണ്, ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിവിടെ പഠിച്ചായിരുന്നു, നിങ്ങൾ ജെനറ്റിക്സിൻ്റെ ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടായിരുന്നു മെൻ്റലിൻ്റെ പരീക്ഷണങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അല്ലേ? ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി സെയിം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നല്ല പ്യുവർ ലൈനെ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഇൻബ്രീഡിങ് സെൽഫ് പോളിനേഷൻ അവിടെ നടത്തുന്നുണ്ടായിരുന്നു മെൻ്റലിൻ്റെ പരീക്ഷണത്തിനകത്ത്.
ആ സെയിം ക്യാരക്ടറാണ്, അതായത് അതുപോലെയാണ് ഇൻബ്രീഡിങ്, അതായത് ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ബ്രീഡാണ്, ഒരു ഇൻബ്രീഡിങ് വഴി ഡെവലപ്പ് ചെയ്യിപ്പിച്ച ഒരു ബ്രീഡാണ്. ജേഴ്സി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ബ്രീഡാണ് പശുവിൻ്റെ. അതുപോലെ സുനന്ദിനിയൊക്കെ ബ്രീഡാണ്. ഇനി ഇൻബ്രീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് നോക്കുക. ഇറ്റ് ഇൻക്രീസ് ദ ഹോമോസൈഗോസിറ്റി ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ജനറ്റിക്സിനകത്ത് പ്യുവർ ലൈനെ കിട്ടാൻ വേണ്ടി, പ്യുവർ ലൈൻ വെറൈറ്റി കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസിനെ തമ്മിൽ എന്ത് മീറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആ ഹോമോസൈഗോസിറ്റി അവിടെ, അല്ലെങ്കിൽ പ്യുവർ ലൈൻ അവിടെ ഇൻക്രീസ് ചെയ്ത് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അവസാനം നമ്മൾ ആ പീ പ്ലാന്റിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു, മെൻഡലിൻ്റെ പീ പ്ലാന്റിൻ്റെ പരീക്ഷണത്തിനകത്ത് സെൽഫ് പോളിനേഷൻ നടത്തി അവസാനം പ്യുവർ ലൈനെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഇവിടെ ഇൻബ്രീഡിങ്ങിൻ്റെ പ്രത്യേകത. എന്നാണ് ഇറ്റ് ഇൻക്രീസ് ദി ഹോമോസൈഗോസിറ്റി എന്ന് പറയുന്നത് എന്നതാ ഗ്രൂപ്പ് ഓഫ് പ്യുവർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽ ഓഫ് ഐഡൻറ്റിക്കൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഐഡൻറ്റിക്കൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അതാണ് ഹോമോസൈഗോസിറ്റി അല്ലെ പ്യുവർ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഹോമോസൈഗോസിറ്റി സെയിം ജീനോടൈപ്പ്, അതായത് ഇതന്നെ ഡോമിനൻറ്റും റെസസീവും കയറി വരാതെ, അല്ലെങ്കിൽ മിക്സഡായി വരാതെ സെയിം, ഒന്നെങ്കിൽ പ്യുവർ ലൈൻ, ഒന്നെങ്കിൽ ഡോമിനൻറ്റ് തന്നെ, അല്ലെങ്കിൽ റെസസീവ് തന്നെയുള്ള ജീനോടൈപ്പ് കയറി വരിക. അതിനെയാണ് നമ്മളിവിടെ ഹോമോസൈഗോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കത് ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇൻബ്രീഡിങ്ങിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന ഇറ്റ് എക്സ്പോസസ് ഹാംഫുൾ റെസസീവ് ജീൻസ് ദാറ്റ് ആർ എലിമിനേറ്റഡ് ബൈ സെലക്ഷൻ. നമ്മളിങ്ങനെ പ്യുവർ ലൈൻ സെലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് നമ്മളിങ്ങനെ മേറ്റ് ചെയ്ത് ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള റെസസീവ് ജീൻസിനെ നമുക്കവിടെ എക്സ്പോസ് ചെയ്തെടുത്ത്, അതായത് സെലക്ഷൻ വഴി നമുക്കതിനെ എക്സ്പോസ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി അക്യുമുലേഷൻ ഓഫ് സുപ്പീരിയർ ജീൻസ് ആൻഡ് എലിമിനേഷൻ ഓഫ് ലെസ് ഡിസൈറബിൾ ജീൻസ്. അതായത് സുപ്പീരിയർ ജീനിനെ നമുക്കവിടെ അക്യുമുലേറ്റ് ചെയ്യാനും എലിമിനേറ്റ് ചെയ്യേണ്ട ജീനിനെ നമുക്ക്, അല്ലെങ്കിൽ ഡിസൈറബിൾ അല്ലാത്ത ജീനിനെ നമുക്കവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാനും ഈ പറഞ്ഞ ഇൻബ്രീഡിങ് വഴി നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ ദിസ് ഇൻക്രീസ് ദി പ്രൊഡക്ടിവിറ്റി ഓഫ് ഇൻബ്രീഡ് പോപ്പുലേഷൻ, നമുക്കവിടെ പോപ്പുലേഷൻ്റെ പ്രൊഡക്ടിവിറ്റി അവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇൻബ്രീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻബ്രീഡിങ് നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാകും. അതായത് ഇൻബ്രീഡിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു കഴിയുമ്പോൾ ഒരു 4-5 ജനറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാകും. അതായത് ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഡിപ്രഷൻ ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഫെർട്ടിലിറ്റി അവിടെ കുറഞ്ഞു വരും, പ്രൊഡക്ടിവിറ്റി അവിടെ കുറഞ്ഞു വരും. അതിനെയാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു കണ്ടിന്യൂഡ് ഇൻബ്രീഡിങ്, എസ്പെഷ്യലി ക്ലോസ് ഇൻബ്രീഡിങ്, അതായത് ഈ ബ്രദർ ആൻഡ് സിസ്റ്ററിനെ തമ്മിലാണ് നമ്മളിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നേരം ഇങ്ങനെ ഒരു 4-5 ജനറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആ ഓർഗാനിസിനുണ്ടാകുന്ന പ്രോജനിക്ക് എന്തുണ്ടാകത്തില്ല, ഫെർട്ടിലിറ്റി അവിടെ കുറഞ്ഞു വരും, അതുപോലെ പ്രൊഡക്ടിവിറ്റിയും കുറഞ്ഞു വരും. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, മേറ്റ് ദ സെലക്റ്റഡ് ആനിമൽസ് വിത്ത് അൺറിലേറ്റഡ് സുപ്പീരിയർ ആനിമൽസ് ഓഫ് ദ സെയിം ബ്രീഡിൽപ്പെട്ട, പക്ഷേ ഇവരുമായിട്ട് റിലേഷനൊന്നുമില്ലാത്ത, അതായത് ഇവരുടെ ആ ഫാമിലിയായിട്ട് 4-5 തലമുറ വഴി ഇവരുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത, പക്ഷേ സെയിം ബ്രീഡിൽപ്പെട്ട വേറൊരു സുപ്പീരിയർ ആയിട്ടുള്ള ആനിമലുമായിട്ട് മേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പം ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ നമുക്കവിടെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളിവിടെ പ്യുവർ ലൈനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻബ്രീഡിങ് നടത്തുന്നത്. ആ ഇൻബ്രീഡിങ് നടത്തി ഒരു 3-4 ജനറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കാതെ ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം, പക്ഷേ സെയിം ബ്രീഡായിരിക്കും, സുപ്പീരിയർ ആയിട്ടുള്ള ഒരു അൺറിലേറ്റഡ് ഓർഗാനിസവുമായിട്ട് നമ്മളതിനെ മീറ്റ് ചെയ്യിപ്പിക്കുക. അന്നേരം ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ അവിടെ മാറിക്കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇൻബ്രീഡിങ്ങിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയുന്നതാണ്. പറഞ്ഞ ഇൻബ്രീഡിങ് ഡിപ്രഷൻ അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് ഒരു ഇൻബ്രീഡിങ്ങിൻ്റെ ഒരു ഡിപ്രഷനായിട്ട് നമ്മളിവിടെ പറയുന്നത്. ഇനി അടുത്തതാണ് ഔട്ട് ബ്രീഡിങ്.
ഇറ്റ് ഈസ് ദ ബ്രീഡിംഗ് ഓഫ് ദി അൺറിലേറ്റഡ് ആനിമൽസ്. അൺറിലേറ്റഡ് ആനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. It is the breeding of the unrelated animals which may be between the individuals of the same breed. ഒരേ ബ്രീഡിൽപ്പെട്ടവരാകാം, പക്ഷേ എന്താണ് സെയിം ക്ലോസ്ലി റിലേറ്റഡ് അല്ല. ഓർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബ്രീഡ്സ് ഓഫ് ദി ഡിഫറെൻറ്റ് സ്പീഷീസ്. അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ബ്രീഡ്സിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്പീഷീസിൽപ്പെട്ടവരോ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അൺറിലേറ്റഡ് ആനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഡിഫറെൻറ്റ് ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. നോക്കുക, ഇത് രണ്ടും രണ്ട് ബ്രീഡുകളാണ്. ഇതൊരു ബ്രീഡ്, ഇത് വേറെ ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഔട്ട് ബ്രീഡാണ്. ഇങ്ങനെ ഔട്ട് ബ്രീഡിംഗ് വഴി ഡെവലപ്പ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് സ്പീഷീസുകളോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രീഡുകളെ തമ്മിൽ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ള ഓർഗാനിസമാണ്. ഇതൊന്നും അങ്ങനെ ഒത്തിരി ഒന്നുമില്ല. ഇതുണ്ട് ലൈഗർ എന്ന് പറഞ്ഞാൽ ലയണിനെയും ടൈഗറിനെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ചില ഓർഗാനിസംസാണ്. ഇതിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് ബ്രീഡിംഗ് ഈസ് 3 ടൈപ്പ്. നമ്മൾ ആദ്യമേ മുതൽ പറഞ്ഞായിരുന്നു ഔട്ട് ബ്രീഡിങ് 3 ടൈപ്പാണ്. ഏതൊക്കെയാണ്? ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇപ്പം നമ്മൾ അതിനകത്തെ ആദ്യത്തേതാണ് പറയാൻ പോണത്, ഔട്ട് ക്രോസിംഗ്. വാട്ട് ഈസ് ഔട്ട് ക്രോസിംഗ്? ഇറ്റ് ഈസ് ദ മീറ്റിംഗ് ഓഫ് ആനിമൽസ് വിതിൻ ദ സെയിം ബ്രീഡ്. ഒരേ ബ്രീഡിൽ പെട്ടവരെ തമ്മിൽ ക്രോസ് ചെയ്യുന്നതന്നെ ഒരേ ബ്രീഡ് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യണേ, ഹാവിങ് നോ കോമൺ ആൻസിസ്റ്റേഴ്സ് അപ് ടു 4 to 6 ജനറേഷൻ. 4 മുതൽ 6 വരെ ജനറേഷനിൽ ഇവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഇല്ല. അതായത് ബ്രദർ ആൻഡ് സിസ്റ്ററോ കസിൻസോ അങ്ങനെയുള്ളവരൊന്നും അല്ല. മനസ്സിലായില്ലേ? ഒരു കോമൺ ആൻസിസ്റ്റർ 4 മുതൽ 6 വരെ തലമുറയ്ക്ക് ഇവർക്ക് യാതൊരു എന്തുമില്ല, ബന്ധവുമില്ല. പക്ഷേ സെയിം ബ്രീഡുമാണ്. ഇപ്പം ജേഴ്സി ആണെന്നുണ്ടെങ്കിൽ 2 ജേഴ്സി പശു തന്നെയാണ്. പക്ഷേ അവരുടെ ഒരു 6 തലമുറ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ അവിടെ ഇല്ല. അങ്ങനെയുള്ള അതിനെ പറയണതാണ് ഔട്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ. സെയിം ബ്രീഡ് തന്നെയാണ്. ഇതാണ്, ഇത് രണ്ടും സെയിം ബ്രീഡ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അച്ഛനോ ആയിട്ടോ അല്ലെങ്കിൽ അമ്മയായിട്ടോ ഈ ഓർഗാനിസത്തിന് എന്ത് ചെയ്യത്തില്ല, യാതൊരുവിധ ബന്ധവുമില്ല. ഇതിന് ബാക്കിലേക്ക് ഒരു 6 തലമുറ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മുതൽ 6 വരെ തലമുറയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പം അങ്ങനെയുള്ള ബ്രീഡിങ്ങിനെ ഞാൻ പറയുന്ന പേരാണ് ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സിനെ ദ ഓസ്പ്രിങ്സ് ഓഫ് സച്ച് മീറ്റിംഗ് ഈസ് നോൺ ആസ് ആൻ ഔട്ട് ക്രോസ്. എന്നെ പറയുന്ന പേരാണ് ഔട്ട് ക്രോസ് എന്ന് പറയും. അതാണ് ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് ക്രോസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്നാണ്? ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ബ്രീഡിംഗ് മെത്തേഡ് ഫോർ ആനിമൽസ് ദാറ്റ് ആർ ബിലോ ആവറേജ് ഇൻ മിൽക്ക് പ്രൊഡക്ടിവിറ്റി, ഗ്രോത്ത് റേറ്റ് ഇൻ ബീഫ്, കാറ്റിൽ എക്സെട്ര. അതായത് മിൽക്ക് പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഒരു ബ്രീഡിനകത്ത് ചിലപ്പോൾ മിൽക്ക് പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും, വേറൊരു ബ്രീഡിനകത്ത് ചിലപ്പോൾ നല്ല മിൽക്ക് പ്രൊഡക്ടിവിറ്റി ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും, പക്ഷേ ആ മിൽക്ക് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു നിൽക്കുന്ന ആ ബ്രീഡിനകത്ത് ചിലപ്പം ഡിസീസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കപ്പാസിറ്റി കൂടുതലായിരിക്കും. പക്ഷേ അതിന് മിൽക്ക് പ്രൊഡക്ടിവിറ്റി കുറവാണ്. ഇനി അടുത്ത ബ്രീഡ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിന് ചിലപ്പം മിൽക്ക് പ്രൊഡക്ടിവിറ്റി കാണും, പക്ഷേ ഡിസീസ് റെസിസ്റ്റൻസ് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ 2 ബ്രീഡിനെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ക്രോസ് ബ്രീഡിങ് നടത്തും. അപ്പോൾ അങ്ങനെ ക്രോസ് ബ്രീഡിങ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതും മിൽക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ളതുമായ ഒരു ഓർഗാനിസത്തിന് നമുക്കവിടെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായേ? അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഔട്ട് ക്രോസിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഔട്ട് ക്രോസിങ് വഴി നമുക്ക് ഇറ്റ് ഹെൽപ്സ് ഓവർകം ഇൻബ്രീഡിങ് ഡിപ്രഷനെ ഓവർകം ചെയ്യാം. ഇപ്പോൾ ഇൻബ്രീഡിങ് നടത്തി ഇൻബ്രീഡിങ് ഡിപ്രഷനായി വന്ന ഒരു ബ്രീഡാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒന്ന് ഔട്ട് ക്രോസ് ചെയ്താൽ മതി. സെയിം ബ്രീഡാണ്, പക്ഷേ കോമൺ ആൻസിസ്റ്റേഴ്സ് ഇല്ല. അവരുമായിട്ട് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മെയിലുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫീമെയിലുമായിട്ടോ അതിനെയൊന്ന് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഇവിടെ ഇൻബ്രീഡിങ് ഡിപ്രഷൻ നമുക്കവിടെ മാറിക്കിട്ടും. അപ്പോൾ ബിലോ ആവറേജ് ആയിട്ടുള്ള ഓർഗാനിസത്തിനകത്ത് മിൽക്ക് പ്രൊഡക്ടിവിറ്റിയും അതുപോലെ ഗ്രോത്ത് റേറ്റും ഒക്കെ ബിലോ ആവറേജ് ആയിട്ടുള്ള ഓർഗാനിസത്തിനകത്ത് ഈ എന്താണ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ ഔട്ട് ക്രോസിങ് നടത്താവുന്നതാണ്. അടുത്തതാണ് ക്രോസ് ബ്രീഡിംഗ്. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കുക, മേറ്റിംഗ് ബിറ്റ്വീൻ സുപ്പീരിയർ മെയിൽസ് ഓഫ് വൺ ബ്രീഡ് ആൻഡ് സുപ്പീരിയർ ഫീമെയിൽസ് ഓഫ് അനദർ ബ്രീഡ്. 2 ഡിഫറെൻറ്റ് ബ്രീഡാണ് ക്രോസ് ബ്രീഡിംഗ്. മേറ്റിംഗ് ബിറ്റ്വീൻ സുപ്പീരിയർ മെയിൽസ് ഓഫ് വൺ ബ്രീഡ് ആൻഡ് സുപ്പീരിയർ ഫീമെയിൽസ് ഓഫ് അനദർ ബ്രീഡ്. അതായത് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മെയിലും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഫീമെയിലും, പക്ഷേ രണ്ടും 2 ബ്രീഡാണ്. ഇവരെ തമ്മിൽ എന്ത് ചെയ്യുന്നതാണ്, ക്രോസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്.
ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് ടു ഡിഫറെൻറ്റ് ബ്രീഡ്സ് ആർ കമ്പൈൻഡ്. രണ്ട് ഡിസൈറബിൾ ക്വാളിറ്റി ഉള്ള രണ്ട് ബ്രീഡിനെ നമ്മൾ ഇവിടെ കമ്പൈൻ ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് എന്താണ് ഈ കമ്പൈൻ ചെയ്യിപ്പിച്ചിരുന്ന പ്രോജനി, ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു പ്രോജനീനെ നമുക്ക് അവിടെ ലഭിക്കും. അതായത് രണ്ട് ഡിഫറെൻറ്റ് ബ്രീഡിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചെടുത്ത് നമുക്കൊരു ഹൈബ്രിഡ് പ്രോജനീനെ കിട്ടും. ആ ഹൈബ്രിഡ് ആനിമൽസിനെ നമ്മൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ, യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ, നമുക്ക് എന്തെങ്കിലും കൊമേഴ്ഷ്യലായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലേ? അപ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള ഡിസൈറബിൾ ജീൻസിനെ, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി അക്യുമുലേറ്റ് ഡിസൈറബിൾ ജീൻസ് ഓഫ് ദി ടു ബ്രീഡ്സ് ഇൻ ടു എ പ്രോജനി. ആ ഡിസൈറബിൾ ആയിട്ടുള്ള രണ്ട് ബ്രീഡ്സിൻ്റെയും ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഈ പ്രോജനിക്കകത്ത് നമുക്കവിടെ ലഭിക്കും. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ഈ കാണുന്നത്. അതായത് ഇതുണ്ടോ, കുതിരേനെയും സീബ്രേനെയും തമ്മിൽ, രണ്ട് ബ്രീഡാണ്. കുതിരയും സീബ്രേനെയും തമ്മിൽ, ഹോഴ്സിനെയും സീബ്രേനെയും കൂടെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഡെവലപ്പ് ചെയ്ത ക്രോസ് ബ്രീഡിങ് വഴി ഡെവലപ്പ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഓർഗാനിസമാണ് ഇത്. ഇതിനെ പറഞ്ഞാൽ സോഴ്സ് എന്ന് പറയും. അപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് സീബ്രയും ഹോഴ്സും കൂടി ക്രോസ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കാണുമ്പോഴേ അറിയാം. ഇനി അതുപോലെ ക്രോസ് ബ്രീഡിങ് നടത്തിയ പട്ടികളാണത്. രണ്ട് ഡിഫറെൻറ്റ് ബ്രീഡുകളെ തമ്മിൽ ക്രോസ് ബ്രീഡിങ് നടത്തി ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ബ്രീഡുകളെ തമ്മിൽ, രണ്ട് ഡിഫറെൻറ്റ് ബ്രീഡ്സിനെ തമ്മിൽ ക്രോസ് ചെയ്ത് കൊമേഴ്ഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ നമ്മളവിടെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുക്കുന്നു. അതിനെയാണ് ക്രോസ് ബ്രീഡിങ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇഷ്ടംപോലെ ആനിമൽസിനെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ടോ? ഇനി അതിനൊരു എക്സാമ്പിളാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളൊരു എക്സാമ്പിളാണിത്. ഹിസാഡയിൽ ഇസ് എ ന്യൂ ബ്രീഡ് ഓഫ് ഷീപ്പ് ഡെവലപ്ഡ് ഇൻ പഞ്ചാബ്. പഞ്ചാബിൽ ഡെവലപ്പ് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരു ന്യൂ ഷീപ്പിൻ്റെ ബ്രീഡാണ് ഹിസാഡയിൽ എന്ന് പറയുന്നത്. ബൈ ക്രോസിങ് ബിക്കനറി ഈവ്സ് ആൻഡ് മാറിനോ റാംസ്. ഇതുണ്ട്, ഇത് മാറിനോ റാംസ് അതിൻ്റെ മെയിൽ പേരൻ്റ്, ഇത് ഫീമെയിൽ പേരൻ്റ് ബിക്കനറി ഈവ്സ്. ഈ ബിക്കനറി ഈവ്സിനെയും മാറിനോ റാംസും ഇത് രണ്ടും രണ്ട് ബ്രീഡുകളാണ്. ഈ രണ്ട് ബ്രീഡിനെയും തമ്മിൽ ക്രോസ് ബ്രീഡിങ് നടത്തി ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ന്യൂ ബ്രീഡാണിത്. ഇതാണ് ഹിസാഡയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഹിസാഡയിൽ പഞ്ചാബിൽ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുത്തിട്ട് ആ ക്രോസ് ബ്രീഡിങ് വഴി ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുത്ത ആ ഷീപ്പിൻ്റെ ബ്രീഡിൻ്റെ പേരെന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ പേരൻസ് ബിക്കനറി ഈവ്സ് ആൻഡ് മാറിനോ റാംസ്. ഇത് കണ്ടോ, ഇതിനെ രണ്ടിനെയും ക്രോസ് ബ്രീഡിങ് വഴി ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഹിസാഡയിൽ എന്ന് പറയുന്ന ഈ ഷീപ്പ് വെറൈറ്റി. അപ്പോൾ ഇതാണ് ക്രോസ് ബ്രീഡിങ്. രണ്ട് ഡിഫറെൻറ്റ് ബ്രീഡുകളെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ച് ഒരു ന്യൂ ബ്രീഡിനെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുക്കുക, അതിനെ പറയണവരാണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വേറെയുണ്ട്. റെഡ് സിന്ധി എന്ന് പറയുന്ന ഒരു ബുള്ളിനെയും അതുപോലെ ജേഴ്സി എന്ന് പറയുന്ന കൗവിനെയും കൂടെ ക്രോസ് ചെയ്യിപ്പിച്ച് ജേഴ്സിന്ത് എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിന് ഒരു കൗവിനെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിൽക്ക് പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ, ഹൈ മിൽക്ക് പ്രൊഡക്ഷൻ, ഡിസീസ് റെസിസ്റ്റൻറ്റും ആയിട്ടുള്ളൊരു കൗവാണത്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ഓർഗാനിസത്തിനെ നമ്മളിങ്ങനെ ക്രോസ് ബ്രീഡിങ് വഴി ഡെവലപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു എക്സാമ്പിളാണ് ഇത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ പേര് കേട്ടോ. ഹിസാഡയിൽ ഇസ് എ ന്യൂ ബ്രീഡ് ഓഫ് ഷീപ്പ് ഡെവലപ്ഡ് ഇൻ പഞ്ചാബ് ബൈ ക്രോസ് ബ്രീഡിങ്. ഇതിനകത്ത് പേരൻസ് ആരൊക്കെയായിരുന്നു? ബിക്കനറി ഈവ്സ് ആൻഡ് മാറിനോ റാംസ്. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതാണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അതായത് ഔട്ട് ബ്രീഡിങ്ങിനകത്ത് മൂന്നാമത്തേതാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ? മേറ്റിംഗ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽസ് ആനിമൽസ് ഓഫ് ടു ഡിഫറെൻറ്റ് സ്പീഷീസ്. അതാണ് ഇന്റർ സ്പെസിഫിക്. സ്പീഷീസ് ആണ്, രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസുകളെ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. ഡിഫറെൻറ്റ് സ്പീഷീസുകളെ മേറ്റിംഗ് ബിറ്റ്വീൻ superior male and superior female of animals of two different species. രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസുകളെ തമ്മിൽ ഡെവലപ്പ് ചെയ്യണം. ഇനി ദ പ്രോജനി മേ ബി കമ്പൈൻ ഡിസൈറബിൾ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ദ പേരൻസ്. രണ്ട് പേരൻസിൻ്റെയും ഗുണങ്ങളൊക്കെ കാണും. പക്ഷേ ഈ പ്രോജനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടു ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ വഴി ഡെവലപ്പ് ചെയ്താണ് ദ പ്രോജനി എന്നുള്ളതായിരിക്കും ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള പ്രോജനി ആയിരിക്കും. നമുക്ക് കൊമേഴ്ഷ്യൽ യൂട്ടിലൈസേഷൻ, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് അതിന് ഉപയോഗിക്കാം. പക്ഷേ ഈ പ്രോജനി എന്ന് പറയുന്നത് ഫെർട്ടൈൽ ആയിരിക്കില്ല, ഇൻഫെർട്ടൈൽ ആയിട്ടുള്ളൊരു പ്രോജനി, രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസ് ആയതുകൊണ്ട്. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ വഴി ഡെവലപ്പ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ആനിമളാണ് മ്യൂള്. മ്യൂളെന്ന് പറഞ്ഞാൽ എന്നതാ? കോവർ കഴുത. കഴുതേനെയും കുതിരേനെയും തമ്മിൽ
ക്രോസ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കോവർ കഴുത എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോവർ കഴുത എന്ന് പറയുന്നത് എന്താണ്? ഇൻഫെർട്ടൈൽ ആയിട്ടുള്ളൊരു ഓർഗാനിസമാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. പക്ഷേ ഇതിനെ നമ്മൾ ഭാരം വലിക്കാനും അങ്ങനെയുള്ള കൊമേഴ്ഷ്യലായിട്ട് നമുക്കിതിനെ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ 2 സ്പീഷീസുകളെ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് മ്യൂൾ എന്ന് പറയുന്നത്. അതെങ്ങനെ എന്താണ്? സ്പീഷീസുകളെ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഓർഗാനിസമാണ് മ്യൂൾ. അതായത് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ വഴി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഓർഗാനിസമാണ് എന്നു പറയുന്നത് മ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ക്രോസിങ് എ മെയിൽ ഡോങ്കി ആൻഡ് എ ഫീമെയിൽ ഹോഴ്സ്. ഫീമെയിൽ ഹോഴ്സിനെയും മെയിൽ ഡോങ്കിനെയും കൂടെ ക്രോസ് ചെയ്യിപ്പിക്കുക ഉണ്ടാകുന്നതാണ് മ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കണോമിക്കലി നമുക്കിതിനെ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പ്രോസസ്സിന് ഭാരം വലിക്കാൻ അതുപോലെയുള്ള പ്രോസസ്സിനൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഓർഗാനിസം ഫെർട്ടൈൽ ആയിരിക്കത്തില്ല. അപ്പോൾ ഇതിന് എത്രയുമാണ് നമുക്കിതിനകത്ത് ബ്രീഡിങ്ങിനകത്ത്, ആനിമൽ ബ്രീഡിങ്ങിനകത്ത് മെയിനായിട്ടും പഠിക്കാനുള്ളത് ഇൻബ്രീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതായിരുന്നു? ഇൻബ്രീഡിങ് മീൻസ് എന്താണ്? ദ ബ്രീഡിങ് ബിറ്റ്വീൻ മോർ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് ഓഫ് ദി സെയിം ബ്രീഡ്. ഇനി ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഔട്ട് ബ്രീഡിംഗ് ഈസ് ദി ബ്രീഡിംഗ് ഓഫ് അൺറിലേറ്റഡ് ആനിമൽസ്. അപ്പം ബ്രീഡിംഗ് ഈസ് 2 types, ഇൻബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ്. ആൻഡ് ഔട്ട് ബ്രീഡിംഗ് ഈസ് അഗെയിൻ എങ്ങനെയുണ്ട്? ഔട്ട് ബ്രീഡിംഗ് ഈസ് 3 types. ഏതൊക്കെയാണ്? ദേ ആർ ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഔട്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? മേറ്റിംഗ് ആനിമൽസ് ഓഫ് സെയിം ബ്രീഡ്. സുപ്പീരിയർ ആയിട്ടുള്ള ആനിമൽസിനെ, സെയിം ബ്രീഡിൽ ഉള്ള ആനിമൽസിനെ തമ്മിൽ ക്രോസ് ചെയ്യപ്പെടുന്ന ബട്ട് ദേ ഹാവ് നോ കോമൺ ആൻസിസ്റ്റേഴ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് ദെയർ പെഡിഗ്രി അപ് ടു 4 to 6 ജനറേഷൻ. 4 മുതൽ 6 വരെ ജനറേഷൻ അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഇല്ല, പക്ഷേ സെയിം ബ്രീഡ് തന്നെയാണ്. അതാണ് ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്രോസ് ബ്രീഡിംഗ് എന്തായിരുന്നു? ക്രോസ് ബ്രീഡിംഗ് ഈസ് ക്രോസിംഗ് ഓഫ് സുപ്പീരിയർ മെയിൽസ് ഓഫ് വൺ ബ്രീഡ് വിത്ത് സുപ്പീരിയർ ഫീമെയിൽസ് ഓഫ് അനദർ ബ്രീഡ്. 2 different ബ്രീഡുകളെ തമ്മിൽ, 2 different ബ്രീഡിനകത്തുള്ള ഓർഗാനിസത്തിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതിനെയായിരുന്നു ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ, മേറ്റിംഗ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ആനിമൽസ് ഓഫ് 2 different സ്പീഷീസ്. 2 different സ്പീഷീസുകളെ തമ്മിൽ എന്ത് ചെയ്തെടുക്കുന്നതായിരുന്നു? നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചെടുക്കുന്നതിനെയായിരുന്നു ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. എക്സാമ്പിളാണ് മ്യൂള്. അതുപോലെ ക്രോസ് ബ്രീഡിംഗ് എക്സാമ്പിളാണ് ഹിസാഡയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ എക്സാമ്പിളൊക്കെ ഓർത്തിരുന്നോളണം. ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.